പറ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരു അങ്കമാലി ടച്ചൊക്കെ നായകൻ്റെ നന്നായി. വിജയകുമാറിലൊക്കെ നല്ല വിജയം. ഓവർ കാസ്റ്റിംഗ് മൊത്തത്തിൽ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടാണ് നല്ല ആക്ടിങ്. ആളാർന്ന് കൂടുതൽ സ്കോർ ചെയ്തായിരുന്നു. മൊത്തം അടിപ്പടമാണ്. അടിപൊളി. അങ്കമാലി ഡേയ്സ് വേറെന്താ എടുത്തു പറയാനുള്ള? എടുത്തു പറയാനായിട്ട് മ്യൂസിക് നല്ല രസമായിരുന്നു, ആക്ഷൻ നല്ല രസമായിരുന്നു. പടത്തിന് ഭയങ്കര ലെങ്ത്തും ഉള്ള പാട്ടിൻ്റെതായ കുറച്ച് ബോറിങ്. കുറച്ച് ലാഭം കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും കണ്ടിരിക്കാം. കുറച്ച് വയലൻസ് ഭയങ്കരമായിട്ട് ഓവറാണ്. പ്രതീക്ഷൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും സാധനം കുഴപ്പമില്ല, കണ്ടിരിക്കാം. പിന്നെ കുറച്ച് ചെറിയ ലാഭം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അടച്ചനെ മോഡലൊക്കെ ചെയ്ത് വെച്ചാണ് സാധനം. നല്ല മേക്കിംഗ് ഉള്ള, ക്യാമറ വർക്കുമുള്ള, എഡിറ്റിംഗ് ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ ആക്ടർ വിജയ് കുമാർ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഡീൽസ് തന്നെയാണ് വർക്ക് ചെയ്ത് നല്ല ഇതിലോട്ട് ചെയ്ത് വെച്ചത്. പക്ഷേ കുറച്ച് ലാഭം കാര്യങ്ങളുണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ പടം നല്ലൊരു ഇന്ന് കാണാൻ പറ്റിയൊരു വൺ ടൈം മാച്ചിങ് ആണ് രീതിയിൽ ചെയ്തിട്ടുണ്ട്. വയലൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടും അതിലോട്ട് പോകാതിരിക്കാമല്ലോ, ആ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കാരണം എങ്ങനെയൊക്കെയാണെങ്കിലും എൻഡിലെ ഒരു വയലൻസും അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതും അതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു മൂവി കാണിക്കുന്നുണ്ട്. ആക്ടറായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് മേക്കിങ് സൂപ്പറാണ്, എഡിറ്റിങ് സൂപ്പറാണ്. പിന്നെ അഭിനയിച്ചേക്കുന്നവരെ ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നിനൊന്ന് മത്സരിച്ച് അഭിനയിച്ചെന്ന് പറയാം. ഇപ്പോൾ ലോകേഷ് കനകരാജിനെ പോലുള്ള ഒരു സംവിധായകൻ ഒരു പ്രൊഡ്യൂസർ രംഗത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറച്ച് ജനകീയതയുണ്ട്. അതായത് ഇന്ന് തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് തമിഴ് സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ്. അതായത് അറിയപ്പെടാത്ത ഒരുപാട് താരങ്ങൾ, അതായത് താരങ്ങളാകാൻ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വയലൻസ് എന്ന് പറയുമ്പോൾ ഇത് ചോര പൊടിയാതെ തുടക്കം മുതൽ അവസാനം വരെ വയലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സംവിധാനം കഴിഞ്ഞു. അതിൻ്റെ BGM, അതേപോലെ തന്നെ കാസ്റ്റിംഗ്, BGM, അതുപോലെ തന്നെ പിന്നെ എഡിറ്റിങ്, ഇതെല്ലാം സൂപ്പറായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു ജനകീയ സിനിമയെന്ന് പറയാം. ആയിരക്കണക്കിന് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും അറിയപ്പെടാത്ത ആൾക്കാരെല്ലാം പ്രൈമിൽ വന്ന് നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്നത്. ഒരു സമയത്ത് സുബ്രഹ്മണ്യപുരം തമിഴ് ഇൻഡസ്ട്രിയുടെ ഒരു മാറ്റം വരുത്തിയതാണ് സുബ്രഹ്മണ്യപുരം. അപ്പോൾ അതേപോലെ തന്നെ ഈ സിനിമയ്ക്കും ഒരുപക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാറുകളില്ലെങ്കിൽ പോലും പടം വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ ഇതിൽ മേക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. നായകനാണ് ഇതിൽ വരുന്നത്. മേടിക്കാത്തുണ്ടായിരുന്ന ആ ഒരു പുതിയ സ്റ്റൈലും ആക്ടിങ് കണ്ടാണ്. മ്യൂസിക് ഓസമാണ്. പടത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടാണ് മ്യൂസിക്. മസ്റ്റ് വാച്ചാണ്. അടിപ്പടം ഇഷ്ടമുണ്ട്. മസ്റ്റായിട്ടാണ്. സൂപ്പർ മൂവി.